ഹലോ 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 ഇന്നൊരു മഷ്റൂം കറി ആയാലോ. മഷ്റൂം എടുത്തിട്ട് ഒരു വലിയ സവാള, ഒരു തക്കാളി, 2-3 വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി. പാൻ വെച്ചു, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും സവാള ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. സവാള ഒന്ന് സോഫ്റ്റായി വരട്ടെ. ആ ടൈമിൽ നമുക്ക് പെപ്പർ, കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. കല്ലുപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് ചതഞ്ഞ് കിട്ടുമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഉപ്പിടുമ്പോൾ സവാള സോഫ്റ്റായി കിട്ടുമല്ലോ പെട്ടെന്ന്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. സവാള ഒന്ന് സോഫ്റ്റായി വരുമ്പോഴേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ തക്കാളിയാണ് കേട്ടോ, അതിട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയുടെ പച്ച സ്മെല്ല് പോവില്ലേ, അത്രയും നേരം വാട്ടുക. തക്കാളി ഒന്ന് ഉടഞ്ഞ് വരും. ഈ ടൈമിൽ നമുക്ക് മസാല ആയിട്ട് ചിക്കൻ മസാല, ആച്ചിരി ചിക്കൻ മസാല അടിപൊളിയാണ് കേട്ടോ, അതിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്യുക. എത്രത്തോളം മിക്സ് ചെയ്യുന്ന അത്രത്തോളം ടേസ്റ്റ് കൂടുന്നതായിട്ട് പറയാം. പിന്നെ നമ്മൾ ക്ലീൻ ആക്കി വെച്ചേക്കണ മഷ്റൂം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കുക. കൈ എടുക്കാണ്ട് മിക്സ് ആക്കണം കേട്ടോ. ആ മസാല എല്ലാം മഷ്റൂമിൽ എല്ലായിടത്തും എത്തുന്നവരെ മിക്സ് ആക്കുക. മഷ്റൂമിൽ ഓൾറെഡി വെള്ളം വാട്ടർ കണ്ടന്റ് നല്ല കൂടുതലാണ്, അതുകൊണ്ട് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഒരു 2-3 സ്പൂൺ അത്ര തന്നെ, ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ സവോള എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. 2-3 സ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കാശ്മീരി ചില്ലി ആഡ് ചെയ്യാം കേട്ടോ. മൂടി വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, വെള്ളമൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട് ഇതിൽ, മഷ്റൂമിൽ അതൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ഇടണം. മല്ലിയില ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അതും ഇട്ട് നല്ലോണം മിക്സ് ആക്കുക. കളറിന് വേണ്ടി കാശ്മീരി അല്ലെങ്കിൽ സാധാ ചില്ലി ആയാലും മതി, കാരണം ഓൾറെഡി പെപ്പർ ഇട്ടിട്ടുണ്ട്. പെപ്പർ നല്ല എരിവാണ്, അപ്പോൾ കാശ്മീരി ചില്ലി ഇട്ടണതാണ് ബെറ്റർ. അപ്പോൾ ഒരു കളർ ഉണ്ടാവുമല്ലോ. ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു, നല്ലോണം മിക്സ് ആക്കുന്നുണ്ട്. ഇതവിടെ നിന്ന് കുക്കാകട്ടെ. വേറൊരു പാൻ എടുത്തിട്ട് നമുക്ക് ക്രീം ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു സ്പൂൺ ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും ഒരു 2-3 ഗാർലിക്ക് ഒന്ന് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പച്ച സ്മെല്ല് പോയതിന് ശേഷം ഒരു സ്പൂൺ മൈദ അതും ഇട്ട് ഒന്ന് നല്ലോണം ആ ബട്ടറിലിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് പാൽ ആഡ് ചെയ്യാം. പാൽ ഒഴിക്കുന്നത് ശ്രദ്ധിക്കുക കേട്ടോ, കാരണം തണുത്ത പാലാണ് ഒഴിച്ചത്. റൂം ടെമ്പറേച്ചറിലാണ് അത്രയും നല്ലത്. എന്നിട്ട് ആ മൈദയുടെ കട്ടയൊക്കെ മാറ്റി വരുന്നത് മിക്സ് ആക്കുക. കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. സോൾട്ട് ആഡ് ചെയ്തൊന്ന് കുറുകി കിട്ടും. ഈ ടൈമിൽ നമുക്ക് നമ്മുടെ മഷ്റൂം ഓൾമോസ്റ്റ് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യാം. നമ്മുടെ ക്രീം കുക്കായി, മൈദയുടെ പച്ച സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നല്ലോണം മിക്സ് ആക്കാം. ചപ്പാത്തിയുടെ ഒപ്പം നല്ല കോമ്പിനേഷനാണ് ഈ മഷ്റൂം കറി. ഇതിപ്പോൾ ഞാൻ ഡിന്നറിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. നല്ലോണം മിക്സ് ആക്കുക. ഇപ്പം നല്ലൊരു സെമി ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പൊറോട്ട
ചപ്പാത്തിയുടെയും കൂടെയും സൂപ്പറായിരിക്കും കേട്ടോ. ചപ്പാത്തി മഷ്റൂം നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഓക്കെ ബൈ.